ഗൈസ്, ഇന്ന് വീണ്ടും നമ്മൾ ടച്ച് ലൈൻ എന്ന് പറയുന്ന സെഗ്മെന്റിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം സുനിൽ ഛേത്രി, ഹംസ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും രണ്ട് താരങ്ങൾ, ഇവരുമായിട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജമാൽ ഭൂയാൻ പറയുന്ന വാക്കുകളാണ്. അത് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ ഒരു വിഷയം ഒന്ന് സംസാരിക്കാമെന്നുള്ളത് എനിക്ക് തോന്നി. സോ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനിൽ ഛേത്രിയെ ഹംസയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. സുനിൽ ഇന്ത്യക്കായി മികച്ച കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹംസ ഒരു പ്രീമിയർ ലീഗ് കളിക്കാരനാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജമാൽ ഭൂയാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും രണ്ട് പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. സുനിൽ ഛേത്രി ഒരു സെൻട്രൽ ഫോർവേഡാണ്, ഹംസ ചൗധരി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനിൽ ഛേത്രി അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു അവസാന ഘട്ടത്തിൽ ഇപ്പോൾ 40 വയസ്സൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ഹംസ ചൗധരിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 27 വയസ്സ് മാത്രം പ്രായമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഒരു ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞല്ലോ രണ്ടുപേരും കളിക്കുന്ന ലീഗുകളുടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹംസ ചൗധരി നിലവിൽ ചാമ്പ്യൻഷിപ്പിലാണ് കളിക്കുന്നതെങ്കിലും കഴിഞ്ഞ സീസണിലൊക്കെ മാത്രം, അതായത് ഈ സീസണിൽ മാത്രം പ്രീമിയർ ലീഗിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളത്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലീഗ്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രീമിയർ ലീഗിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഛേത്രി വർഷങ്ങളായിട്ട് കളിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലാണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഒരു മികച്ച 50 ലീഗുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൽ പെടുത്താൻ പറ്റുമോ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ടൊരു കമ്പാരിസന്റെ ആവശ്യമില്ല. കമാൽ ഭൂയാൻ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ കാര്യം സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഈ മീഡിയാസിലൊക്കെ തലക്കെട്ടായിട്ട് വരുമ്പോഴത്തേക്കും അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി തന്നെ മാറിപ്പോകുന്ന സാഹചര്യമാണ്. ഇപ്പം ജമാൽ ഭൂയാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മെസ്സിയാണ് സുനിൽ ഛേത്രി എന്നൊക്കെ പറയുന്ന, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കമ്പാരിസന്റെ ആവശ്യകതയെ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഛേത്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഇത്ര അധികം മത്സരങ്ങൾ കളിച്ചു, 95 ഗോൾസ് സ്കോർ ചെയ്തിട്ടുള്ള പ്ലെയറാണ്. ഹംസ ചൗധരി ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പം മത്സരം കളിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതുവരെ കളിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരെ കളിക്കാൻ പോകുന്ന മത്സരമായിരിക്കും ആദ്യത്തെ മത്സരം. സോ സുനിൽ ഛേത്രി തന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, റൊണാൾഡോയും മെസ്സിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്ന ആക്റ്റീവ് ഫുട്ബോളറാണല്ലോ ഛേത്രി ഇന്റർനാഷണൽ ഫുട്ബോളിൽ. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ നടക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്നേക്കാൾ മികച്ച ആയിരക്കണക്കിന് ഫുട്ബോളേഴ്സ് വേറെ ഉണ്ട്. ഇന്റർനാഷണൽ ഫുട്ബോളിൽ കൂടുതൽ ഗോൾ അടിച്ചത് കൊണ്ട് മെസ്സി, റൊണാൾഡോ ആയിട്ടുള്ളൊരു കമ്പാരിസൺ താനുമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റും ഏഷ്യൻ ഫുട്ബോൾ ടീമുകളിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സും ഇപ്പം സുനിൽ ഛേത്രിയോട് അടുത്ത തരത്തിലൊക്കെ ഗോൾസ് ഒക്കെ അടിക്കുന്ന മലേഷ്യയുടെ പ്ലെയറുണ്ട്, UAE-യുടെ ഒരു പ്ലെയറുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഛേത്രി തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം മാൻ സിറ്റി ലോകത്തിലെ തന്നെ മികച്ച ഒരു ടീമാണ്, മികച്ച ലീഗിൽ അവർ കളിക്കുന്നു, അവർ ചാമ്പ്യൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അവർ വരുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ആകും. ഒരു 4 സീസൺ ഇവിടെ കളിക്കുകയാണെങ്കിൽ അവർ വീണ്ടും ചാമ്പ്യൻസ് ആകും. പക്ഷേ അവർ തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ സ്ട്രഗിൾ ചെയ്യും എന്നുള്ളൊരു സംഭവം. അതാണ് ആ ഒരു ഇൻറ്റൻസിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മാറ്ററാണ്. ഇപ്പം മനോല തന്നെ സമീപകാലത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ അണ്ടർ 16, അണ്ടർ 17 പ്ലേയേഴ്സും സ്പെയിനിലെ അണ്ടർ 16, അണ്ടർ 17 പ്ലേയേഴ്സുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കാലക്രമേണ ആ ഒരു ദൂരം വലുതായിട്ട് വരും. കാരണം അവർ കളിക്കുന്നത് ലോകത്തിൽ തന്നെ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ലീഗിലൊക്കെയാണ്. പക്ഷെ നമ്മളുടെ ലീഗിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മുടെ പ്ലേയേഴ്സൊക്കെ പുറത്ത് പോയി കളിക്കണം, അതിൻ്റെ ഗുണം, നല്ല ലീഗിൽ പോയി കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഉണ്ടാകും, അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ഉണ്ടാകും എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഗ്രാസ് റൂട്ട് ടോപ്പായിട്ട് വന്നിട്ട് ഇപ്പം ഒരേ ലെവലിലുള്ള കുറേ പ്ലേയേഴ്സ് ഒന്നിച്ച് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ലീഗിന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനും നമ്മുടെ ഒരു ക്വാളിറ്റിയും കൂടുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1, 2, 3, 4 അല്ലെങ്കിൽ ഒരു 10 പേര് നമുക്ക് പറയാം, ആ ഒരു ഹൈ ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് ഒരു യങ് ലെവലിൽ എമർജ് ചെയ്ത് വരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അവർ കാലക്രമേണ നമ്മുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ ലീഗിൽ കളിച്ചിട്ട് അവരുടെ ആ ഒരു ഇതും കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണല്ലോ. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, അത് ഫുട്ബോൾ എക്സ്പേർട്സൊക്കെ അടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജമാൽ ഭൂയാൻ്റെ ഈ വാക്കുകൾ ഒരിക്കലും നമ്മൾ വേറെ തരത്തിലൊന്നും കാണേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുനിൽ ഛേത്രി ആയ കാലത്ത് നല്ലൊരു ലീഗിലൊക്കെ പോയി കളിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലെവലിലേക്കൊക്കെ മാറുന്ന ഒരു താരമായിട്ടൊക്കെ മാറിയാണ്. അദ്ദേഹം കുറച്ച് നാളുകളൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഗെയിം ടൈം കിട്ടുന്ന ഒരു ലെവലിലൊക്കെ കളിച്ച് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു തരത്തിൽ തന്നെ പ്രൊഫൈലൊക്കെ മാറിപ്പോയനെ എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.